നമസ്കാരം. +1 ആൻഡ് +2 ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഡെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? പല്ലിനുണ്ടാകുന്ന ക്യാവിറ്റി അഥവാ പോള് അടയ്ക്കാനോ, പല്ലിന്റെ മോണയ്ക്കുണ്ടാകുന്ന പഴുപ്പ് മാറ്റാനോ, നിരതെറ്റിയ പല്ലുകൾ നേരെയാക്കാനോ ഒക്കെ പോയിട്ടുള്ളവർക്കറിയാം അതത്ര സുഖമുള്ളൊരു എക്സ്പീരിയൻസ് അല്ല എന്ന്. ഹോസ്പിറ്റലിലുള്ള ഡെന്റൽ ചെയറിൽ കിടക്കണം, വായ തുറന്നു പിടിക്കണം. ഡെന്റിസ്റ്റിന്റെ കയ്യിലെ ഉപകരണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും അല്ലേ? ചിലപ്പോൾ ഒരു വലിയ സിറിഞ്ച് ഉപയോഗിച്ച് വായിൽ തന്നെ ഇഞ്ചക്ഷൻ എടുക്കും. മിക്കപ്പോഴും പല്ലിന്റെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് വേദനയേക്കാളേറെ അസഹനീയമായ ഒരു തരം പുളിപ്പാണ് നമുക്ക് അനുഭവപ്പെടുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെന്റിസ്റ്റിന്റെ മുന്നിൽ ഡെന്റൽ ചെയറിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ അവസ്ഥയെ പറ്റിയുള്ള കവിതയാണ്. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 147 പേജിലെ റീഡ് ആൻഡ് എൻജോയ് സെക്ഷൻ ഒന്ന് വായിക്കുക. Exaggeration is one of the devices used in depicting humor. Don't you agree? You might have had very annoying experiences in life. How have you looked at them? Here is a poem that looks at an unpleasant experience from an unusual perspective. Read on. ഹാസ്യം അവതരിപ്പിക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന ഒരു സങ്കേതമാണ് അതിശയോക്തി. നിങ്ങൾക്ക് ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ആ അനുഭവങ്ങളെ നിങ്ങൾ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക? അസുഖകരമായ ഒരു അനുഭവത്തെ മറ്റൊരു കാഴ്ചപ്പാടോടുകൂടി കാണുന്ന ഒരു കവിത ഇവിടെ തന്നിരിക്കുന്നു. പ്രശസ്ത അമേരിക്കൻ കവിയായ ഓഗ്ദൻ നാഷ് എഴുതിയ കവിതയാണ് ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഡെന്റിസ്റ്റിന്റെ മുന്നിൽ ഡെന്റൽ ചെയറിലിരിക്കുന്ന കവിക്ക് ഉണ്ടാകുന്ന ചിന്തകളും അനുഭവങ്ങളും ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി കവിത വിശദീകരിക്കാം. One thing I like less than most things is sitting in a dentist chair with my mouth wide open, and that I will never have to do it again is a hope that I am against hope. വായ തുറന്ന് പിടിച്ചുകൊണ്ട് ഡെന്റിസ്റ്റിന്റെ മുന്നിലെ കസേരയിലിരിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ഇനി ഡെന്റൽ ഹോസ്പിറ്റലിൽ വരേണ്ടി വരില്ല എന്ന് ഞാൻ ആഗ്രഹിക്കും. പക്ഷേ എന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് വീണ്ടും ഡെന്റിസ്റ്റിന്റെ അടുത്ത് എത്തേണ്ട സാഹചര്യം എനിക്കുണ്ടാകും. ഡെന്റൽ ഹോസ്പിറ്റലിൽ പോകുന്നത് കവിക്ക് വെറുപ്പാണ്. പക്ഷേ പല്ലുവേദന വരുമ്പോൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ബിക്കോസ് സം ടോർച്ചേഴ്സ് ആർ ഫിസിക്കൽ ആൻഡ് സം ആർ മെന്റൽ, ബട്ട് ദ വൺ ദാറ്റ് ഈസ് ബോത്ത് ഈസ് ഡെന്റൽ. ഇറ്റ് ഈസ് ഹാർഡ് ടു ബി സെൽഫ് പൊസസ്ഡ് with your jaw digging into your chest. ചില പീഡനങ്ങൾ ശാരീരികമാണ്, മറ്റു പീഡനങ്ങൾ മാനസികവും. പക്ഷേ ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്ന പീഡനം ഒരേ സമയം ശാരീരികവും മാനസികവുമാണ്. മാനസിക പീഡനത്തിന്റെ തീവ്രത എടുത്തു കാട്ടുന്നതാണ് മെന്റൽ ഡെന്റൽ എന്നീ വാക്കുകളുടെ റൈം. നിങ്ങൾ വായ പരമാവധി തുറക്കുമ്പോൾ നിങ്ങളുടെ താടി നെഞ്ചിൽ മുട്ടും. ആ സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് ശാന്തമായ മനസ്സോടെ ഇരിക്കാൻ പറ്റില്ല. താടി നെഞ്ചിൽ മുട്ടുക എന്നത് എക്സാജറേഷൻ അഥവാ അതിശയോക്തി വളർത്തിയാണ് കവി പറഞ്ഞിരിക്കുന്നത്. സോ ഹാർഡ് ടു റിട്ടേൺ യുവർ കാം വെൻ യുവർ ഫിംഗർ നെയിൽസ് ആർ മേക്കിംഗ് സീരിയസ് ഓൾട്രേഷൻസ് ഇൻ യുവർ ലൈഫ് ലൈൻ ഓർ ലവ് ലൈൻ ഓർ സം അതർ ഇമ്പോർട്ടൻറ്റ് ലൈൻ ഇൻ യുവർ പാം. നിങ്ങൾ ഡെന്റൽ ചെയറിൽ ഇരിക്കുമ്പോൾ അതിയായ വേദന കൊണ്ട് മുഷ്ടി ശക്തിയായി ചുരുട്ടി പിടിക്കും. നിങ്ങളുടെ നഖങ്ങൾ കൈവെള്ളയിൽ അമർന്ന് അവിടെയുള്ള ആയുർരേഖ, പ്രണയരേഖ എന്നിവയിൽ മാറ്റം വരുത്തും. നിങ്ങൾക്ക് ഡെന്റൽ ചെയറിൽ ശാന്തമായി ഇരിക്കാൻ പറ്റില്ല. ഇവിടെ ഡെന്റിസ്റ്റ് നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പോഴുള്ള വേദനയെ വളരെ ഹാസ്യാത്മകമായി കവി കാണുന്നു. സോ ഹാർഡ് ടു ഗിവ് യുവർ യൂഷ്വൽ ഇഫക്റ്റ് ഓഫ് ചെറി ബിനൈനിറ്റി വെൻ യു നോ യുവർ പൊസിഷൻ ഈസ് വൺ ഓഫ് ദ 2 or 3 ഇൻ ലൈഫ് മോസ്റ്റ് ലാക്കിംഗ് ഇൻ ഡിഗ്നിറ്റി. നിങ്ങൾ വളരെ സഹിഷ്ണുതയുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഡെന്റൽ ചെയറിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കസേരയിലിരിക്കുമ്പോഴുള്ള മര്യാദകൾ പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളൊരു പൊസിഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഡെന്റൽ ചെയറിലിരിക്കുന്നത് കവി എത്രമാത്രം വെറുക്കുന്നു എന്നീ വരികൾ വ്യക്തമാക്കുന്നു. And your mouth is like a section of road that is being worked on. And it is all cluttered up with stone crushers and concrete mixers and drills and steam rollers. And there isn't a nerve in your head that you aren't being worked on. ഡെന്റിസ്റ്റ് ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ വായ പണി നടക്കുന്ന റോഡ് പോലെയാകുന്നു. പണി നടക്കുന്ന റോഡിൽ കല്ലുകളും മെഷീനുകളും കോൺക്രീറ്റ് മിക്സറുകളും ഡ്രില്ലുകളും സ്റ്റീം റോളറും ചിതറിക്കിടക്കുന്നത് പോലെ നമ്മുടെ വായ്ക്കകത്ത് പല്ലിന്റെ അവശിഷ്ടങ്ങളും മറ്റും ചിതറിക്കിടക്കുന്നു. ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഞരമ്പും സമ്മർദ്ദത്തിലാകും. അത് വളരെ അസഹനീയമാണ്. സം പീപ്പിൾ ആർ അൺഫോർച്ചുനേറ്റ് ഇനഫ് ടു ബി സ്ട്രങ് അപ്പ് ബൈ തംസ് ആൻഡ് അതേഴ്സ് ഹാവ് തിങ്സ് ഡൺ ടു ദെയർ ഗംസ്. ചില നിർഭാഗ്യവാന്മാർ ഡെന്റിസ്റ്റിന്റെ അടുത്തെത്തുമ്പോൾ ഡെന്റിസ്റ്റ് തന്റെ തള്ളവിരൽ കൊണ്ട് പല്ലിൽ അമർത്തുകയും വലിക്കുകയും ചെയ്യും. ചിലരുടെ മോണയിലായിരിക്കും ഡെന്റിസ്റ്റ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ആൻഡ് യുവർ ടീത്ത് ആർ സപ്പോസ്ഡ് ടു ബി ബീയിങ് പോളിഷ്ഡ് ബട്ട് യുവർ റീസൺ ടു ബിലീവ് ദേ ആർ ബീയിങ് ഡിമോളിഷ്ഡ്. നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് നമ്മുടെ പല്ല് പോളിഷ് ചെയ്യാനാണ്. പക്ഷേ നാം അനുഭവിക്കുന്ന വേദന പരിഗണിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ പല്ലുകൾ ഡെന്റിസ്റ്റ് തകർക്കുകയാണെന്നാണ്. ആൻഡ് ദ സർക്കംസ്റ്റാൻസ് ദാറ്റ് ആഡ്സ് മോസ്റ്റ് ടു യുവർ ടെറർ ഈസ് ദാറ്റ് ഇറ്റ്സ് ഓൾ ഡൺ വിത്ത് എ മിറർ. ബിക്കോസ് ദ ഡെന്റിസ്റ്റ് മേ ബി എ ബെയർ
Or as the Romans used to say, only they were referring to a feminine bear when they said it, an ursa. But all the same, how can you be sure when he takes his crowbar in one hand and mirror in the other, he won't get mixed up? The way you do when you try to tie a bow tie with the aid of a mirror and forget that left is right and vice versa. ദന്തിസ്റ്റ് പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതും പല്ലെടുക്കുന്നതും ഒരു കണ്ണാടിയിൽ പല്ലുകളുടെ പ്രതിരൂപം കണ്ടിട്ടാണ്. അത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഭയം തോന്നും. നമ്മൾ കണ്ണാടിയിൽ നോക്കി ടൈ കെട്ടുകയാണെന്ന് വിചാരിക്കുക. കണ്ണാടിയിൽ നമ്മുടെ വലതുവശം ഇടതായിട്ടും ഇടതുവശം വലത്തായിട്ടുമാണല്ലോ കാണുന്നത്. ഇക്കാര്യം നമ്മൾ മറന്നുപോയാൽ ടൈ കെട്ടുന്നത് തെറ്റിപ്പോകും. കണ്ണാടി ഉപയോഗിച്ച് പല്ലെടുക്കുമ്പോൾ ദന്തിസ്റ്റിന് തെറ്റുപറ്റിയേക്കാം. കേടുവന്ന പല്ല് ഇടതുവശത്തെ ആണെങ്കിൽ ദന്തിസ്റ്റിന് തെറ്റിപ്പോയാൽ അദ്ദേഹം എടുക്കുന്നത് വലതുവശത്തെ പല്ലായിരിക്കും. ഡെന്റൽ ചെയറിലിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭയം ഇതാണ്. ദന്തിസ്റ്റിനെ ഒരു കരടിയായി കവിക്ക് തോന്നുന്നു. കരടി തൻ്റെ ഇരകളെ പല്ലും നഖവും ഉപയോഗിച്ച് കടിക്കുകയും മാന്തുകയും ചെയ്യും. ദന്തിസ്റ്റ് ആകട്ടെ ഉപകരണങ്ങളുടെ സഹായത്തോടെ പല്ലിൽ പിടിച്ചു വലിച്ച് ഉപദ്രവിക്കും. ദന്തിസ്റ്റിനെ കരടിയുമായി ഉപമിക്കുക വഴി അദ്ദേഹം എത്ര ക്രൂരമായാണ് പെരുമാറുന്നത് എന്ന് കവി വരച്ചു കാട്ടുന്നു. And then at last he says that will be all. But it isn't, because he then coats your mouth from cellar to roof with something that I suspect is generally used to put a shine on a horse's hoof. ഒടുവിൽ ദന്തിസ്റ്റ് പറയും എല്ലാം കഴിഞ്ഞുവെന്ന്. പക്ഷേ തീർന്നിട്ടില്ല. ഏതോ ഒരു വസ്തു അദ്ദേഹം നമ്മുടെ വായ മുഴുവൻ പുരട്ടും. കുതിരയുടെ കുളമ്പുകൾ മിനുക്കാൻ ഉപയോഗിക്കുന്ന പോളിഷ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്നു. എല്ലാം കഴിഞ്ഞുവെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും പീഡനം അവസാനിക്കുന്നില്ല എന്നാണ് കവി പറയുന്നത്. And you totter to your feet and think, well, it's all over now, and after all, it was only this once. And he says, come back in 3 months. ഒടുവിൽ എല്ലാം കഴിഞ്ഞുവെന്ന് ആശ്വസിച്ച് ഡെന്റൽ ചെയറിൽ നിന്നും നമ്മൾ എഴുന്നേൽക്കും. ഇനി ഈ പീഡനം അനുഭവിക്കേണ്ടല്ലോ എന്നാണ് നമ്മുടെ ആശ്വാസം. പക്ഷേ അപ്പോഴാണ് ദന്തിഷ് പറയുന്നത് 3 മാസത്തിനുള്ളിൽ വീണ്ടും വരണമെന്ന്. ഇനിയും പീഡനം സഹിക്കേണ്ടി വരും എന്നർത്ഥം. ഇവിടെ വൺസ് എന്ന വാക്കുമായി റൈം ചെയ്യാൻ മന്ത്സ് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് കവി മനഃപൂർവ്വം തെറ്റിച്ചിരിക്കുന്നത് കാണുക. And this, oh fate, is I think the most vicious circle that thou ever sentest. That man has to go continually to the dentist to keep his teeth in good condition, when the chief reason he wants his teeth in good condition is so that he won't have to go to the dentist. കവിതയുടെ അവസാനം കവി വിധിയോട് വിലപിക്കുന്നു. വിധി നമ്മളെ ഒരു ദൂഷിത വലയത്തിനുള്ളിലാക്കിയിരിക്കുന്നു. നമ്മൾ ദന്തിസ്റ്റിനെ കാണാൻ പോകുന്നത് നമ്മുടെ പല്ലുകൾ നന്നായി പരിപാലിക്കാനാണ്. നമ്മുടെ പല്ലുകൾ നന്നായി പരിപാലിക്കുന്നത് ദന്തിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാതെ ഇരിക്കാനും. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന ഈ കവിത അതിശയോക്തി നിറഞ്ഞതാണ് അല്ലേ? ഇന്ന് ദന്തിസ്റ്റിൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോകുന്ന പേഷ്യൻസിന് ഇത്രയും വേദനയൊന്നും ഉണ്ടാകാറില്ല. ദന്തിസ്റ്റിന്റെ കയ്യിൽ മോഡേൺ എക്യുപ്മെന്റ് ഉണ്ട്. വേദന അറിയാതെ ഇരിക്കാൻ ലോക്കൽ അനസ്തേഷ്യ നൽകുന്നുണ്ട്. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നത് ഡെന്റിസ്റ്റ് തന്റെ പേഷ്യൻസിന് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. അല്പം വേദന എടുത്തേക്കാം എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഈ പോയത്തിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പോയത്തിൽ ഉടനീളം എക്സാജറേഷൻ അഥവാ അതിശയോക്തിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ദന്തിസ്റ്റിന് മുന്നിൽ ട്രീറ്റ്മെന്റിനായി പോകുമ്പോഴുള്ള അനുഭവത്തെ കവി അതിശയോക്തി കലർത്തി വിവരിക്കുന്നു. ഈ വരികളൊന്ന് വായിക്കുക. ആൻഡ് യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ് ഈസ് ബീയിങ് വർക്ക്ഡ് ഓൺ. നിങ്ങളുടെ വായ പണി നടക്കുന്ന റോഡ് പോലെയാണെന്ന് കവി പറയുന്നു. വായയുടെ ഉൾവശത്തെ പണി നടക്കുന്ന റോഡുമായി ലൈക്ക് അഥവാ പോലെ എന്ന വാക്ക് ഉപയോഗിച്ച് താരതമ്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഫിഗർ ഓഫ് സ്പീച്ച് സിമിലിയാണ്. എന്താണ് സിമിലി? A simile is a figure of speech that makes a comparison showing similarities between two different things. It draws resemblance with the help of the words like or us. രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ തമ്മിൽ സാമ്യമുണ്ട് എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആണ് സിമിലി. അതായത് ഒരു വസ്തുവിനെ പോലെയാണ് മറ്റൊന്ന് എന്ന് പറയുന്നു. ലൈക്ക് അല്ലെങ്കിൽ അസ് എന്ന വാക്ക് ഉപയോഗിച്ചാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത്. ഇനി ഈ വരി ഒന്ന് കാണുക. ആൻഡ് ദിസ്, ഓ ഫേറ്റ്, ഈസ് ഐ തിങ്ക് ദ മോസ്റ്റ് വിഷ്യസ് സർക്കിൾ ദാറ്റ് ദൗ എവർ സെൻഡസ്റ്റ്. ഇവിടെ കവി ഫേറ്റ് അഥവാ വിധിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. വിധിയെ ഒരു വ്യക്തിയായാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് പെർസോണിഫിക്കേഷൻ ആണ് ഇവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച്. എന്താണ് പെർസോണിഫിക്കേഷൻ? പെർസോണിഫിക്കേഷൻ ഈസ് ഗിവിംഗ് എ ഹ്യൂമൻ ക്വാളിറ്റി ഓർ ക്യാരക്ടറിസ്റ്റിക് ടു സംതിങ് വിച്ച് ഈസ് നോട്ട് ഹ്യൂമൻ. ജീവനില്ലാത്തതും മനുഷ്യനല്ലാത്തതുമായ ഒരു വസ്തുവിനെ ഒരു വ്യക്തിയായി കാണുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആണ് പെർസോണിഫിക്കേഷൻ. ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ പറ്റി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചാനലിൽ ലഭ്യമാണ്. സിമിലിയെ പറ്റിയും പെർസോണിഫിക്കേഷനെ പറ്റിയും ആ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നു. ആ വീഡിയോ കൂടി കാണുക. ഇനി റീഡ് ആൻഡ് റെസ്പോൺസ്, തിങ്ക് ആൻഡ് റൈറ്റ് എന്നീ സെക്ഷൻസിലേക്ക് പോകാം. ഈ 2 സെക്ഷൻസിലായി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഈ ചാപ്റ്ററിന്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സിന്റെ ലിങ്കിനായി വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ കാണുക. ഇനി ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി: ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ. റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് ദി പോയം റെഫറിംഗ് ടു ദ തീം, ദ ടോൺ ഓഫ് ദി പോയം ആൻഡ് ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ഇറ്റ്. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന പോയത്തിന്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ തയ്യാറാക്കുക. ഈ ആക്ടിവിറ്റിയുടെ സൊല്യൂഷനും ഈ ചാപ്റ്ററിന്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സിനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണുക. Ogden Nash's poem you have studied now is indeed a very strange way of looking at a reality, the painful experience of a dental treatment.
Are you convinced of this attitude? Here is a poem by Sofia Borger that gives the rationale for developing this genial attitude. ഒരു റീഡിംഗ് ആക്ടിവിറ്റി കൂടി തന്നിരിക്കുന്നു. സോഫിയ ബോർജറിന്റെ ലോഫ്റ്റർ എന്ന കവിത ഇവിടെ നൽകിയിരിക്കുന്നു. അത് വായിച്ചു നോക്കുക. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നീ പോയം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഈ ചാനലിലെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളുടെ +1 +2 VHSC സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.